നമസ്കാരം. അങ്ങനെ പി.കെ. ശ്രീമതി ടീച്ചർ എനിക്ക് നമ്മുടെ ശീതളിസത്തിന് ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് പിടികിട്ടാത്തവരോട് ഒന്ന് ചുരുക്കി പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ പി.കെ. ശ്രീമതി ടീച്ചർ പ്രിയദർശിനി ബസ് പദ്ധതി ഉണ്ടല്ലോ, KSRTC ബസ്സിലെ സൗജന്യ യാത്ര, അതിലെ സമയത്തെ പറ്റി സംസാരിച്ചു. ഈ ടീച്ചർക്ക് വലിയ ധാരണയൊന്നുമില്ല ഈ പദ്ധതിയെ പറ്റി. അപ്പോൾ ടീച്ചർ പറയുകയാണ്, രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ എങ്കിലും ഒക്കെ ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കണേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ തൊഴിലിന് വേണ്ടി പോകുന്ന സ്ത്രീകൾക്ക് അത് പ്രയോജനപ്പെടുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. നിലവിൽ അങ്ങനെ ഒരു സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഏത് സമയത്ത് വേണമെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് KSRTC ഓർഡിനറി ബസ്സുകളിൽ കേരളത്തിൽ യാത്ര ചെയ്യാം. ഈ സംഭവത്തെക്കുറിച്ച് അറിയാതെ നിന്ന് ഒരു ഉത്തരവാദിത്വവുമില്ലാതെ അബദ്ധങ്ങൾ പറയുകയാണ്. അവസാനം മാധ്യമപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു, ടീച്ചർ അങ്ങനെ സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഓ അങ്ങനെയാണോ? എങ്കിൽ സോറി, എങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു അബദ്ധത്തെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു, വിമർശനാത്മകമായിട്ടൊരു വീഡിയോ ചെയ്തു. ആക്ഷേപഹാസ്യമൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം ഈ നമ്മുടെ ചാനൽ, എൻ്റെ പ്രോഗ്രാമൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അത്ര കടുപ്പത്തിലൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ പോലും ടീച്ചറിന് ഫീൽ ചെയ്തു. ടീച്ചർ ഒരു സെന്റിമെന്റൽ ലൈനാണ് ഉദ്ദേശിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ അതിന് താഴെയും നാട്ടുകാരുടെ പൊങ്കാലയായിരുന്നു. എന്താണെങ്കിലും മെനക്കെട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിനൊരു മറുപടിയൊക്കെ മെനക്കെട്ട് എഴുതിയതല്ലേ. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കേണ്ട മര്യാദ നമ്മളും കാണിക്കണമല്ലോ, വേണ്ടേ? അപ്പോൾ പി.കെ. ശ്രീമതി ടീച്ചർ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നമുക്ക് വേണ്ടി തന്ന മറുപടി ഇതാണ്: തെറ്റുപറ്റാത്തവർ മനുഷ്യരുടെ കൂട്ടത്തിലില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ ടീച്ചർ, ഞാനും കേട്ടിട്ടുണ്ട്. തെറ്റുപറ്റാത്തവരായി, തെറ്റു ചെയ്യാത്തവരായി ആരുമില്ല. കൈവിട്ട ആയുധവും വായിൽ നിന്ന് വീണ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നതും പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടീച്ചർ പുതിയ ജനറേഷനിൽപ്പെട്ട ആളായതുകൊണ്ട് പഴമക്കാർ പറയുന്നത് ടീച്ചർ കേട്ടിട്ടുണ്ട്. എന്ത്? കയ്യിൽ നിന്ന് പോയ ആയുധവും വായിൽ നിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന്. കുറ്റസമ്മതം തന്നെയാണ് ആദ്യം നടത്തുന്നത് കേട്ടോ. പിന്നെ ഈ കൈവിട്ടുപോയ ആയുധവും വിട്ടുപോയ വാക്കും, അതായത് നമ്മൾ മനഃപൂർവ്വം വായിൽ നിന്ന് കളഞ്ഞ വാക്കും നമ്മൾ കൈകൊണ്ട് എറിഞ്ഞൊരുത്തനെ കൊള്ളിച്ച ആയുധവും ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കുമെന്ന് ഇലക്ഷനിലൂടെ തിരിച്ചറിയപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാം ക്യാപ്റ്റൻ. അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഒഴിവാക്കാമായിരുന്നു. ഏതായാലും പഴമക്കാർ പറഞ്ഞ കാര്യം കേട്ട് ആ കാര്യം എന്നോട് ഓർമ്മപ്പെടുത്താൻ ടീച്ചർ കാണിച്ച മനസ്സിന് നന്ദി. തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അത് തിരുത്തുക എന്നതാണ് ഏറ്റവും ഉചിതമായത്. അവർ പിന്നെ തെറ്റുകൾ വരുത്തി അത് തിരുത്തി പോകുന്ന പ്രസ്ഥാനമാണല്ലോ. അപ്പോൾ ആ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ടീച്ചർ ഇത് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. തിരുത്താൻ വേണ്ടി തെറ്റുകൾ വരുത്തുന്ന ആളുകളാണ് നിങ്ങളെന്നും നമുക്കറിയാം. തെറ്റു വന്നാൽ അത് കൃത്യമായിട്ട് തിരുത്തുമല്ലോ. അങ്ങനെ കൃത്യമായിട്ട് തിരുത്തി വന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പ്രസ്ഥാനത്തിന് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നിൽക്കേണ്ടി വന്നത്. അതുപോട്ടെ, അത് ഞാൻ അപ്പോൾ തന്നെ ചെയ്തു. അതായത് ഒരു ഉത്തരവാദിത്വമില്ലാതെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ആധികാരികമായിട്ട് വന്നതെന്ന് പറയുകയാണ്, ഈ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുക എന്നതായിരുന്നു. ഇതിപ്പോൾ സ്ത്രീകൾക്ക് യാതൊരു പ്രയോജനവുമില്ല. 9 മണിക്ക് ഒരു ജോലി സ്ഥലത്ത് എത്തേണ്ട ആൾക്ക് എങ്ങനെ അവിടെ കൃത്യസമയത്ത് എത്താൻ പറ്റും? 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ 11 മണിക്കല്ലേ എത്തുകയുള്ളൂ. എന്തുമാത്രം സ്ത്രീകളാണ് ജോലിക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആധികാരികമായിട്ട് അബദ്ധം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സർക്കാരിനെ അങ്ങ് വിമർശിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ സമയം നിശ്ചയിച്ചിട്ടില്ല സൗജന്യ യാത്രയ്ക്ക്. അത് കേട്ടാൽ ആരാണെങ്കിലും അതിനെ ഒന്ന് വിമർശിക്കില്ലേ? അതും പറയുന്നതാരാ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. ഒന്നുമില്ലെങ്കിൽ ഒരു മുൻ മന്ത്രിയല്ലേ ഇങ്ങനെ കൃത്യമായിട്ടൊരു പദ്ധതിയെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ വന്നു നിന്ന് പ്രസംഗിക്കാമോ എന്ന് ഞാൻ ചോദിച്ചത് ഒരു വലിയ ബുദ്ധിമുട്ടായിപ്പോയി ടീച്ചറിന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി പോയെങ്കിൽ ടീച്ചർ അത് സഹിച്ചോളാനേ പറയാൻ പറ്റുള്ളൂ. ശീതളിനെ പോലെ അഭിനയ ചാതുരിയോടും ഭാവഹാവാദികളോടും സംസാരിക്കാനുള്ള വാഗ്മിത്വം എനിക്കില്ല ശീതൾ. അതൊരു കുറ്റസമ്മതമായിരുന്നു കേട്ടോ. എന്തോന്ന് ഭാവഹാവാദി, ഈ എടുത്താ പൊങ്ങാത്ത വാക്കൊക്കെ എന്തിനാ ടീച്ചറെ എൻ്റെ അടുത്ത് എടുത്തിട്ടത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ പോരായിരുന്നോ? എടി പെണ്ണെ, നീ അത് എന്നെ വിമർശിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ കൂടുതൽ ആളാകണ്ട, ഞാൻ പറയാനുള്ളത് അപ്പോഴേ പറഞ്ഞ് തിരുത്താനുള്ളത് അപ്പോഴേ തിരുത്തി, നിനക്ക് എന്തിൻ്റെ അസുഖമാണെന്നൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് എന്ന് സംസാരിക്കുന്ന അറിയാവുന്ന കയ്യിൽ ഒതുങ്ങുന്ന ഭാഷയിൽ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ശീതളിനെ പോലെ അഭിനയ ചാതുരി,
അഭിനയ ചാതുരിയോടൊന്നും ഞാൻ സംസാരിക്കുന്നില്ലല്ലോ. ഒരാളോട് ഏത് വികാരത്തോടെയാണോ ഒരു വിഷയം സംസാരിക്കേണ്ടത്, ഏത് വികാരമാണോ മുഖത്തൊരു സമയത്ത് പ്രകടിപ്പിക്കേണ്ടത്, അത് ഞാൻ പ്രകടിപ്പിച്ച് സംസാരിക്കുന്നു. അഭിനയ ചാതുരിയൊക്കെ എവിടെയാണ്, ആർക്കാണ് വശം എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓരോ സമയത്തും ഓരോ രീതിയിൽ ഒരേ ആളുകളുടെ മുന്നിൽ ആരാണ് വേഷം കെട്ടി ആടുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ശീതൾ എത്ര തന്നെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതെങ്കിലും മകളുടെ പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരിയോട് മോശമായ രീതിയിൽ പ്രതികരിക്കാൻ എൻ്റെ വ്യക്തിത്വം അനുവദിക്കുന്നില്ല. ടീച്ചറിൻ്റെ വ്യക്തിത്വം അനുവദിക്കാതിരുന്നത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിമർശനം നടത്തിയതിൽ ടീച്ചർ എന്നെ അങ്ങ് എടുത്ത് ജയിലിൽ അടച്ചേനെ, അല്ലെങ്കിൽ ടീച്ചർ എന്നെ ഒരു പരുവാക്കിയേനെ. അഭിപ്രായ പ്രകടനത്തിനും അത് കൃത്യമായിട്ട് നിർവഹിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ്, മാധ്യമ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് ടീച്ചർ ഞാൻ ജീവിക്കുന്നത്. ഞാൻ നിങ്ങളെ തെറിയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളെ മോശമായ വാക്കുകളൊന്നും അഭിസംബോധന ചെയ്തിട്ടില്ല. പറയേണ്ട കാര്യങ്ങൾ നല്ല ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് എവിടെങ്കിലുമൊക്കെ കൊണ്ടെന്നും പറഞ്ഞ് ഇത്രയും വൈകാരികമായിട്ടൊക്കെ ഒരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ ഔദ്യോഗിക പേജിൽ എന്നെ പോലെയുള്ള ഒരാൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ ഞാനൊട്ടും മോശമല്ല ഒക്കെ പങ്കുവയ്ക്കാമോ? നിങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൻ്റെ വില നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ എത്രത്തോളം അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? വെറുതെ സമയം മെനക്കെട്ടിട്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് എന്നോട് വിളിച്ചു പറഞ്ഞാലും മതിയായിരുന്നു. ഇതിപ്പോൾ ശീതളസത്തിന് ഒരു വലിയ പ്രൊമോഷനായി പോയെന്നൊക്കെ ഓരോരുത്തരും പറയുന്നത്. ഇങ്ങനെയുള്ള പ്രൊമോഷനുകളൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അത് വേറെ കാര്യം. എന്നാലും ഒരു കാര്യമുണ്ട്, ഇത്രയും നാളായിട്ട് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതിനോടിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു നേതാവ്, ഇടതുപക്ഷ നേതാവ് നേരിട്ട് നമ്മുടെ വീഡിയോ കണ്ട് അതിനൊരു ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ പരിഹാസത്തോടെ ആക്ഷേപിച്ചാലും മകളുടെ പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരിയോട് മോശമായ രീതിയിൽ പ്രതികരിക്കാൻ എൻ്റെ വ്യക്തിത്വം അനുവദിക്കുന്നില്ല. അപ്പം മോശമായിട്ട് പ്രതികരിക്കണം എന്നൊക്കെ ടീച്ചറിന് ആഗ്രഹമുണ്ട്. മകളുടെ പ്രായമുള്ളതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. മരുമകളുടെ പ്രായമുള്ളവരോടും മരുമകളോടും മകളോടും എല്ലാം ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെ ടീച്ചറിനുണ്ട്. അവരുടെയൊക്കെ ജീവിതം എങ്ങനെയെങ്കിലും സേഫ് ആക്കണം എന്നുള്ള വല്ലാത്ത ഒരു ത്വരയും ഉള്ളതാണ് ടീച്ചറിനെന്ന് ഞങ്ങൾക്ക് അറിയാം. ടീച്ചറിൻ്റെ മരുമകളുടെയൊക്കെ ഒരു ഭാഗ്യം. എന്തായാലും മകളുടെ സ്ഥാനത്ത് കണ്ട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. 1 മാസത്തിനുള്ളിൽ നിരവധി തെറ്റ് തിരുത്തേണ്ടി വന്ന ഭരണത്തിലിരിക്കുന്ന പണ്ഡിതവര്യന്മാരെയും ഭരണാധികാരികളെയും ഒന്നും ശീതളിമ കണ്ടില്ലേ? എന്നിലെ ഉഷ്ണതരംഗത്തെ തിരിച്ചറിയാതെ എന്നിലെ ശീതളിമയെ മാത്രം അനുഭവിച്ചറിഞ്ഞ ടീച്ചറിന് അത് ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഭരണത്തിലിരിക്കുന്നവരെല്ലാം പണ്ഡിതവര്യന്മാരാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്ന് ടീച്ചറെ, ഞാൻ ഇടതുപക്ഷ നേതാക്കളെ മാത്രമല്ല കോൺഗ്രസ്സുകാരെ വിമർശിച്ചിട്ടുണ്ട്, BJPക്കാരെ വിമർശിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ തെറ്റ് പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി തെറ്റ് പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, TN പ്രതാപനെ വിമർശിച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിച്ചാൽ അതിനെയൊക്കെ വിമർശിക്കാനൊക്കെയാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അത് നാട്ടുകാരെ അറിയിക്കാനും കൂടിയാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്കൊരു ഗ്യാപ്പ് തരണ്ടേ? അവർക്കൊക്കെ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കണ്ടേ? അവരെയൊക്കെ ഒന്ന് വിമർശിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണ്ടേ? നിങ്ങളിങ്ങനെ ഗ്യാപ്പില്ലാതെ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ ദിവസം ഓരോ അബദ്ധങ്ങളായിട്ട്. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് റെസ്റ്റേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ വെച്ചൊക്കെ ഇടാനുള്ള കണ്ടൻറ്റേ ഉള്ളൂ. കാരണം ശിവൻകുട്ടി അദ്ദേഹമൊക്കെ ഇറങ്ങിയതുകൊണ്ട്. മറ്റത് നാക്കെടുത്താൽ നമുക്കൊരു കണ്ടൻറ്റാണ്. സത്യത്തിൽ നിങ്ങൾ ഞങ്ങളോടാണ് ഇപ്പം ക്ഷമ ചോദിക്കേണ്ടത്. ഞങ്ങൾക്കൊന്നും കണ്ടന്റ് ഇല്ല നിങ്ങളിപ്പോൾ ഇല്ലാത്തത് കൊണ്ട്. ഭരണത്തിൽ ഇടതുപക്ഷത്തുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് കണ്ടുപിടിച്ച് സമൂഹ മധ്യത്തിൽ നാറ്റിക്കാൻ ശ്രമിക്കുന്നത്. എത്ര തന്നെ പാണ്ഡിത്യമുള്ളവരാണെങ്കിലും അല്പം വിവേകത്തിൻ്റെ കുറവുണ്ടെന്നേ ആരും പറയും. ഞാൻ പണ്ഡിതയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്നു ടീച്ചറെ, ഞാൻ പണ്ഡിതയൊന്നും അല്ല. പിന്നെ കണ്ണിൽ കാണുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പറയാൻ പാണ്ഡിത്യം വേണമെന്ന് ഞാൻ കരുതുന്നുമില്ല. എന്താണ്, ഇടതുപക്ഷത്തുള്ളവരുടെ കുറ്റങ്ങൾ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ച് കണ്ടുപിടിക്കണമെന്നോ? എന്തുവാ ടീച്ചറെ പറയുന്നത്? നമ്മൾ ചുമ്മാതെ കേട്ടുകൊണ്ടിരുന്നാലേ ഒരു സെൻറ്റൻസിനകത്ത് ഒരു 10 അബദ്ധം കാണും. അതിനെവിടെ സൂക്ഷ്മദർശിനിയുടെ ആവശ്യം വേണമെന്നാ? സ്ഥൂലദർശിനി സൂക്ഷ്മദർശിനി ഒന്നും വേണ്ട, വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, അല്ലെ കേട്ടോണ്ടിരുന്നാൽ മതി. മനസ്സിലാക്കാനുള്ള തലയ്ക്ക് താൾതാമസം പോലും വേണമെന്നില്ല നിങ്ങൾ പറയുന്ന അബദ്ധമൊക്കെ മനസ്സിലാക്കാൻ. അത്രയും ബാലിശമായിട്ടുള്ള അപക്വമായിട്ടുള്ള അബദ്ധങ്ങളൊക്കെ എഴുന്നള്ളിക്കുന്നത്. ഒരു പക്വതയുള്ള ഒരു നിലവാരമുള്ള അബദ്ധമാണെങ്കിലും പിന്നെയും സമ്മതിക്കാം. അതുകൊണ്ട് അതൊരു കടന്ന കൈയായിപ്പോയി കേട്ടോ ആ എഴുതിയത്. സമൂഹ മധ്യത്തിൽ നാറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഞാനിനി നാറ്റിച്ചിട്ട് വേണോ നിങ്ങൾ നാറാൻ? ഇതെന്തൊരു കഷ്ടമായത്. അപ്പം നിങ്ങളെ നാറ്റിക്കുന്നത് ഞാനാണോ? സ്വയം നാറുകയല്ലേ നിങ്ങൾ?
ഇപ്പോൾ അവിടെ വന്ന് നിന്ന് ഒരു പദ്ധതിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു. മാധ്യമപ്രവർത്തകരായിട്ടുള്ള 5-6 പേരല്ലല്ലോ ഇത് കേൾക്കുന്നത്, അവരിലൂടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇത് കേൾക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പത്രം എടുത്ത് വായിക്കണം, അല്ലെങ്കിൽ അറിയാവുന്ന 5-6 പേരോട് തിരക്കണം. എടാ എന്തുവാണ് ഈ പദ്ധതി, ഇതിൽ സമയം വല്ലതും നിശ്ചയിച്ചിട്ടുണ്ടോ, പറയാൻ പോകുന്ന പ്രധാന പോയിന്റ് സഹോദരിമാരുടെ സമയത്തിന്റെ വിലയെക്കുറിച്ചല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വന്നൊന്ന് സംസാരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ടീച്ചറെ. നിങ്ങൾ ഇത്രയും വികാരാധീനയാകാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല. അല്പം വിവേകത്തിന്റെ കുറവുണ്ടെന്നേ ആരും പറയൂ. വിവേകം എനിക്ക് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിവിന്റെ കുറവുണ്ട്. എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ സംസാരിക്കുന്നത്, എല്ലാവരും എല്ലാ അറിവും തികഞ്ഞവരല്ലല്ലോ. അറിവിന്റെയും പാണ്ഡിത്യത്തിന്റെയൊക്കെ കാര്യത്തിൽ ഞാൻ അല്പം പുറകിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ വിവേകത്തോടെ സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയാമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി അറിയില്ല. ഏതായാലും ടീച്ചർ ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടത് കുറച്ച് ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാമല്ലോ എന്നുള്ള രീതിയിലാണ്. അതിന് താഴെ വന്ന കമൻറ്റുകൾ കണ്ട, പൊതുജനങ്ങളുടെ കമൻറ്റുകൾ കണ്ട പെറ്റ തള്ള സഹിക്കില്ല. ടീച്ചർ വിചാരിച്ചതിന് ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ശീതളസത്തിൽ പിന്നെ വരുന്നത് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നവർ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയാം. എനിക്ക് അനുകൂലമായിട്ട് കമൻ്റ് ഇടുമെന്നെങ്കിലും വയ്ക്കാം. ടീച്ചറിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ടീച്ചർ ഒരു സെൻറ്റിമെൻ്റൽ ലൈനിൽ ഞാൻ തെറ്റ് തിരുത്തിയിട്ടും എന്നെ എടുത്ത് എയറിൽ കയറ്റി ഒരുത്തി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടും അതിന് താഴെ വന്ന കമൻറ്റുകൾ വായിക്കാനുള്ള ഒരു ശേഷി ടീച്ചറിനുണ്ടോ? അതൊന്ന് വായിച്ച് നോക്കണമായിരുന്നു കേട്ടോ. പൊതുജനങ്ങൾ വന്ന് പൊങ്കാല ഇട്ടിരിക്കുന്നത്. ദേശാഭിമാനി, കൈരളി, റിപ്പോർട്ടർ എന്നിവ മാത്രം കാണുന്ന പരിപാടി നിർത്തുക തുടങ്ങി ടീച്ചറിനെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് പൊതുജനം താഴെ വന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും അതൊക്കെ വായിക്കുമ്പോഴെങ്കിലും ഒന്ന് തിരിച്ചറിയണ്ടേ. നമ്മളോടുള്ള ഒരു ശത്രുതയും വെച്ചല്ല ആളുകൾ ഇത് പറയുന്നത്. ആളുകൾ എന്തെങ്കിലും വിമർശിക്കുമ്പോൾ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, എന്തിനാണ് അവർ വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കാനല്ലേ ഒരുമ്പെടേണ്ടത്. അല്ലാതെ ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ എടുത്ത് കരഞ്ഞു പിടിച്ച് ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിച്ചല്ല, ഇരുന്ന് ചിന്തിച്ചിരുന്ന് കയ്യിലും വായിലും ഒതുങ്ങാത്ത വാക്കുകളൊക്കെ എഴുതി കുത്തി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണോ വേണ്ടത്? ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളിനി വായ തുറക്കരുത്, നിങ്ങളിനി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതൊന്നും പറയുമ്പോൾ ഇവരാരും കേൾക്കുമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. ഇവരിലേക്കൊക്കെ ഇത് എത്തുന്നുണ്ട്, ഇവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്, എൻ്റെ എപ്പിസോഡ് എൻ്റെ ചാനലിൽ വന്ന് കാണുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ ധന്യയായി. എനിക്ക് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരെനിക്ക് ഈ പോസ്റ്റ് ഇത് അയച്ചു തന്നു. എന്താണ് സംഭവമെന്ന് പിടികിട്ടാത്തവരും എൻ്റെ അധ്യാപകരും എൻ്റെ കൂട്ടുകാരും എനിക്ക് ഒരുപാട് ആളുകൾ ഇത് പങ്കുവെച്ച് തന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്കും ഉദ്ദേശിച്ചതിനപ്പുറം ഒരു മൈലേജ് കൊടുത്തതിനും ടീച്ചറിന് പ്രത്യേകം നന്ദി. തുടർന്നും വീഡിയോകൾ കാണുക. ഓക്കെ.